രാത്രി 2 മണിയായി കേട്ടോ. എന്തെങ്കിലും കഴിക്കാനുള്ള ആഗ്രഹം. അങ്ങനെ ഇറങ്ങിയതാ. നമ്മളെ റൂമിൻ്റെ താഴെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. രാത്രി എപ്പം ചെന്നാലും ഫുഡ് കിട്ടും. അപ്പം നോക്കാം എന്താണ് രാത്രി കിട്ടുക നോക്കാം. രാത്രിയാണ് ചൂടിന് കുറവില്ല കേട്ടോ. നല്ല ചൂടാണ്. രാത്രി തന്നെ ആൾക്കാരാദ്യം വെളിയിറങ്ങില്ല ചൂട് കാരണം. ഷോപ്പുകളെല്ലാം ക്ലോസ് ആയിരിക്കും. സമയം 2 മണിയായല്ലേ. നമ്മളെ ഈ ഫ്രണ്ടിൽ ഈ സൈഡ് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഒരു ഷോപ്പുണ്ട്. രാത്രി എപ്പം ചെന്നാലും സാധനം കിട്ടും. അപ്പോൾ എന്താണെന്നുള്ളതെന്ന് അവിടെ പ്രത്യേകിച്ച് വേണ്ട. ഷോപ്പ് അവധിയാണ്. വാട്ട് ഹാപ്പൻ, എന്തോ പറ്റി, ഷോപ്പ് അടച്ചിരിക്കുന്നു. അല്ല 24 hours ഉള്ള ഷോപ്പാണ്. ഇനിയിപ്പോൾ അപ്പുറത്ത് ഗ്ലോസറി ഉണ്ട്. ഗ്ലോസറി ഇപ്പോൾ എന്തെങ്കിലും മേടിച്ചിരിക്കും. അതിൻ്റെ മുമ്പേ 3-4 വട്ടം വന്നിട്ടുള്ളതാണ്. പക്ഷേ എന്തോ പറ്റുമെന്ന് ഷോപ്പ് ക്ലോസ് ചെയ്തു. 24 hours ഉള്ള ഷോപ്പാണ്. സിഗ്നലിൽ കാത്തു പോകാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. സ്ട്രീറ്റിൻ്റെ പേരും കിട്ടില്ല. ഡമാസ്കസ് സ്ട്രീറ്റാണ് 64. ഓരോ സ്ട്രീറ്റിനും ഓരോ പേരുണ്ട്. ഈ സിഗ്നലൊന്ന് കത്തുന്നവരെ എങ്ങനെ കാത്തിരിക്കണം. ഒരു 3 മിനിറ്റായി ഞാൻ കാത്തിരിക്കുന്ന സിഗ്നലിൽ. 1 സൈഡ് കത്തി. ഈ വണ്ടി പാസ് ചെയ്ത് പോയാലേ അടുത്ത സിഗ്നൽ എത്തുള്ളൂ. അല്ലേ കുറേ ക്ലൈമറ്റ് മാറുമ്പോൾ 10 മണിക്ക് വിരിയുന്ന പൂവില്ലേ, അതാണിപ്പം നട്ടുകൊടുത്തിരിക്കുന്നത്. ഓരോ സീസണാകുമ്പോൾ അവർ ചെടികൾ മാറ്റി മാറ്റി കൊടുക്കും. ഈ ഷോപ്പ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഐസ്ക്രീം ഷോപ്പ് 24 hours. ഈ ഗ്ലോസറി 24 hours. നമ്മൾ കഴിക്കാൻ മേടിച്ച് എന്താ അറിയാം അല്ലേ, 7 days കേക്ക്, പിന്നെ ഒരു കുപ്പി പാലും മേടിച്ചു. ഇനിയിപ്പം നടന്ന് റൂമിലോട്ട് പോകണം. ഈ സിഗ്നലൊന്ന് മാറുന്നവരെ കാത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോകണം.
ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ തിരിച്ച് റൂമിലോട്ട്. നമ്മുടെ റൂമിൽ വേസ്റ്റ് ഇടാനുള്ള സൗകര്യമില്ല. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് അലമാരിക്കകത്തോ അങ്ങനെ മാറ്റി വെക്കണം. അതുകൊണ്ട് ഇവിടുന്ന് നൈസിന് കഴിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോവാം. ഇനി ഇതിൻ്റെ ഒരു കുറവ് വേണ്ട, ഞെക്കിലെന്ന് ഇപ്പോൾ ഒരു മുഴന്ത് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു സീബ്ര ലൈന് ക്രോസ് ചെയ്തിട്ട്. സ്ട്രീറ്റ് ലൈറ്റ് കത്താതെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. നല്ല ഫൈൻ എന്നാൽ നല്ല ഫൈന്. അപ്പോൾ ഏത് രാജ്യത്ത് പോയാലും നമ്മളവിടുത്തെ നിയമങ്ങൾ പാലിക്കുക. കിട്ടുന്ന സാലറി ഇവിടുത്തെ ഫൈൻ അടയ്ക്കാനേ കാണുള്ളൂ. സിഗ്നൽ കത്തുന്നവരെ സമാധാനത്തോടെ കാത്തിരിക്കുക. ഫൈനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ഫൈനൊക്കെ നല്ല ഫൈൻ കിട്ടും. MRSID മേടിക്കും, അവർ ഫൈൻ അടിച്ചു തരും. പിന്നെ വിസയൊക്കെ റിന്യൂ ആക്കുന്നതിന് മുന്നേയൊക്കെ വിഷയമായിരിക്കും. നാട്ടിൽ പോകുമ്പോൾ എയർപോർട്ട് ചെല്ലുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ നമ്മൾ പോവുക. എവിടെ പോയാൽ നമ്മൾ നിയമങ്ങൾ അതിനനുസരിച്ച് ഫോളോ ചെയ്യുക. തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവാം. ഞാൻ ഇറങ്ങിയ സമയത്ത് ചെറിയ ചൂടുണ്ടായിരുന്നു, ചെറിയ കാറ്റടിച്ചു തുടങ്ങി. ദുബൈയുടെ ഫ്ലാഗ് റോഡിലൊന്നും ആരുമില്ല. പിന്നെ ഇത് സെയിൽസിന് പോകുന്ന ടീമൊക്കെ ഉള്ളു, വേറെ ആരുമില്ല. അങ്ങനെ തിരിച്ച് നമ്മുടെ റൂമിലോട്ട്. പിന്നെ ഒരു കടയുടെ ഫ്രണ്ടിലുള്ള നട്ടിരിക്കുന്ന ചെടിയാണ്, മറ്റേ മുറിപ്പച്ച അങ്ങനെന്തോ സാധനമാണിത്. എനിക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയത്തില്ല.